ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂക്കാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൽമാസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. ഇത് അവിടെ കണ്ണൂരിൽ കോമൺ ആയിട്ടുള്ള ചായക്കടകളിലും കാണുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടാവും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഫസ്റ്റ് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചിട്ടുള്ളതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 3 ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒന്നങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു പച്ച സ്മെല്ല് പോകും വേണം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരും വേണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 2 ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം വഴന്ന് വന്നോട്ടെ. ഇപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ കണ്ടില്ല, ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു 3 മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. ആ ഒരു മുളക് പൊടിയുടെയും അതേപോലെ ആ ഒരു ഗരം മസാലയുടെ ഒക്കെ ആ ഒരു കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഞാൻ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കൈ കൊണ്ട് പിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വേവിച്ചെടുത്ത് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ട് പിച്ചെടുത്തിട്ടില്ല കേട്ടോ. അത് ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ചിക്കൻ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ആ ഒരു ഫില്ലിങ്സിന്. നന്നായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ ഇത് വഴറ്റിയെടുക്കുക. എന്താ വെച്ചാൽ ആ ഉള്ളിയിലൊക്കെ നമ്മുടെ ആ ചിക്കൻ്റെ ടേസ്റ്റ് വരണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വഴറ്റണമെന്ന് പറയുന്നത്. കുറച്ച് ടൈം ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വരും രണ്ടും കൂടെ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്നും കൂടി അങ്ങ് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം, ഒന്ന് തണുത്ത് വരാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൽമാസിലോട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒക്കെ നമുക്ക് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടില്ല കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന മിക്സിയുടെ ജാറുണ്ടാവില്ല, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 4 ചെറിയ ഉള്ളി വേണം. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകമാണ് കേട്ടോ. 1 ടീസ്പൂണാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അധികം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 1 മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അധികം പൊടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിക്കൊക്കെ പൊടിച്ചെടുക്കൂലേ, അതുപോലെ പൊടിച്ചെടുത്താൽ മതി. അധികം അങ്ങ് അരിയേണ്ട കേട്ടോ, അത്ര മാത്രം മതി. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളതിലേക്ക് ഏത് പൊടിയാണ് എടുക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം കേട്ടോ.
അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനും കൂടെ പാകത്തിനുള്ള ഒരു ബൗൾ ആദ്യം തന്നെ എടുക്കുക കേട്ടോ. അതിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ടാവുമല്ലോ, ആ ഒരു അരിപ്പൊടി തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പിലോട്ട് 1/2 കപ്പ് തേങ്ങ, ആ ഒരു രീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വരുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങയും ആ ഒരു പൊടിയും കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ആവട്ടെ. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു ചട്ടകോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ടാകും, കൈ കൊണ്ട് നമുക്ക് ഒരിക്കലും മിക്സ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ നമുക്കൊരു കുഴച്ചെടുക്കാനുള്ള രൂപം. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു 1/2 കപ്പ് ഞാൻ മൊത്തമായിട്ട് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഒരു കുറവായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ചൂടൊക്കെ പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടുണ്ടാവും, എന്നാലും പതുക്കെ അങ്ങനെ കൈ കൊണ്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ, കുറഞ്ഞ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വരും. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമുക്ക് ചെയ്തെടുക്കാനുള്ള രൂപത്തിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. മാവുണ്ട്, അതുപോലെ ഫില്ലിങ്സ് ഉണ്ട്, പിന്നെ പ്ലേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കയ്യിൽ കുറച്ച് ഇതുപോലെ അങ്ങ് പുരട്ടി കൊടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ബോൾസ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുക്കുക കേട്ടോ. നമുക്കൊരു പാകത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള ഓരോ ഉരുളകൾ എടുക്കുക. അത് ഞാൻ ഇത്രത്തോളം ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇനി നമ്മൾ കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അധികം തിക്കായിട്ട് വേണ്ട കേട്ടോ. തിക്കായാൽ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും പുറമെ ഭാഗം. അപ്പോൾ വളരെ തിന്നായിട്ടൊന്നങ്ങ് പരത്തി കൊടുത്താൽ മതി. എന്നാലും പൊട്ടിപ്പോകാനും പാടില്ല, ആ ഒരു രൂപത്തിൽ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. 2 ടീസ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. ഏകദേശം നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നങ്ങ് കവർ ചെയ്തെടുത്താൽ മതി. ഇതേപോലെയാണ് വരുന്നത്. ഈ 2 സൈഡും കൂടെ ഇതുപോലെ ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരിക്കലും ആ ഫില്ലിങ്സ് പുറത്തോട്ട് തള്ളി പോരാൻ പാടില്ല. ആ ഒരു രൂപത്തിൽ വേണം നമ്മളത് ഒരു ലോക്കാക്കിയിട്ട് കൊടുക്കാൻ. ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒന്നങ്ങ് ഷേപ്പാക്കി എടുത്താൽ മതി. കയ്യിൽ ഇതുപോലെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിലും കൂടെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ 2 സൈഡും ഒന്നങ്ങ് കൂർപ്പിച്ച് കൊടുക്കുക. ആ ഒരു ഉന്നക്കായുടെ ഷേപ്പില്ലേ, അതേപോലെ തന്നെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഉന്നക്കായൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ അങ്ങ് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 7 എണ്ണ കേട്ടോ എനിക്ക് അതുകൊണ്ട് കിട്ടിയത്, ആ ഒരു മാവ് കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ആവിക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ, പിന്നെ ഒരു ഓട്ടയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വാഴയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഴൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ആ ഒരു കൽമാസിന്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ എല്ലാം കൂടെ പോവില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു 4 എണ്ണം ആദ്യം വെച്ചിട്ടും പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു 3 എണ്ണം വെച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ 4 കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂടി വെക്കുകയാണ്.
എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്യാം. ഇനി ഞാനിതൊരു 15 മിനിറ്റ് കേട്ടോ വെക്കുന്നുള്ളൂ. അപ്പോഴേക്കന്നെ ഇത് നല്ല വേവായിട്ട് വരും. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കാം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൽമാസ് നല്ല വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്. അതുപോലെ തന്നെ 3 ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടിയുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ആ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കുറച്ചേ ഉള്ളൂ, ഒരു 2 പിഞ്ചേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട്. സാധാരണ പച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. എന്താ വെച്ചാൽ നമുക്കിതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള രൂപത്തിൽ. അപ്പോൾ നമ്മൾ ആ ഒരു കൽമാസിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ രൂപത്തിൽ മതി, അധികം ലൂസാവണ്ട. ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് ഓരോ കൽമാസ് ഇട്ടിട്ട് ഒന്നങ്ങ് ആ ഒരു മുളക് പൊടിയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു കോട്ടിങ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. താഴ്ഭാഗം ഏകദേശം ഒന്നങ്ങായി വന്നാൽ അതൊന്നങ്ങ് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നങ്ങ് കോരി എടുക്കുകയാണ്. എത്ര മതി കേട്ടോ, ഇതിലേറെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അതിൻ്റെ മുകളിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നോമ്പിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടെയാണ്. അപ്പോൾ ഇതാ ഇതൊന്നങ്ങ് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നല്ല തിക്കായിട്ടുള്ള ഫില്ലിങ്സ് വരുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ടും ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.